ഹായ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ റൈഡെന്ന് പറഞ്ഞാൽ ഈ സ്വർഗത്തിലേക്കാണ്. ഇത് എവിടെയാണെന്നല്ലേ? അതെ, ട്രിവാൻഡ്രത്തെ നല്ല അടിപൊളി ഹിൽ സ്റ്റേഷൻ പൊന്മുടി. അപ്പോൾ നമ്മൾ പൊന്മുടി ബേസിലേക്ക് കാറിലായിരുന്നു പോയത്. 15 കിലോമീറ്റേഴ്സ് 1000 എലിവേഷനിൽ അടിപൊളി ക്ലൈംബ്. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഇന്നത്തെ വർക്കൗട്ട്. അപ്പം നമ്മൾ സൈക്കിളൊക്കെ സെറ്റ് ചെയ്ത് നമ്മുടെ ക്ലൈംബ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ ക്ലൈമ്പിൻ്റെയൊക്കെ കയറ്റമെന്ന് പറഞ്ഞാൽ അടിപൊളി കയറ്റമായിരുന്നു. ഞാനാണെങ്കിൽ പകുതി വഴി എത്തിയപ്പോൾ ചത്തുപോയി, അത്രയ്ക്ക് കയറ്റമായിരുന്നു. പിന്നെ നമ്മൾ ഹില്ല് കയറുന്നതിന് മുന്നേ 1.5 മണിക്കൂറൊക്കെ ഉള്ളൂ, വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അതൊന്നും പറഞ്ഞ് ഒരു പഴമൊക്കെ ഞാൻ എടുത്തുള്ളൂ. പകുതി വഴി ആയപ്പോഴാണ് ഇതിൻ്റെയൊക്കെ വില എനിക്ക് മനസ്സിലായത്. പിന്നെ കയ്യിലുള്ളതൊക്കെ ഞാൻ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഇതുപോലെ കിടക്കുന്ന കുത്തിനെയുള്ള കയറ്റങ്ങളായിരുന്നു. അങ്ങനെ ഈ കയറ്റങ്ങളൊക്കെ കയറും തോറും എൻ്റെ ചോര നീരായിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. പക്ഷേ ഈ കയറ്റമെല്ലാം കയറും തോറും ഇവിടുത്തെ വ്യൂ ആണെങ്കിലും കൂടി വരുമായിരുന്നു. മേലോട്ട് ചെല്ലും തോറും അങ്ങോട്ട് കയറാനായിട്ടുള്ള ആവേശവും കൂടി വരുമായിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് ഒത്തിരി തിരക്ക് പ്രതീക്ഷിച്ചു. പക്ഷേ ഒരു തിരക്കുമില്ല, നല്ല കാം പ്ലേസ് ആയിരുന്നു. പോകാനാണ് ഈ സമയത്ത് പോകണം. നല്ല കോടമഞ്ഞൊക്കെ ആയിട്ട് എൻ്റെ മുഖം കണ്ടാലേ അറിയത്തില്ലേ ഞാൻ കയറ്റമൊക്കെ കയറി നല്ല അടിപൊളിയായിട്ടിരിക്കുകയെന്ന്. പിന്നെ ഈ ഒരു സ്ഥലമൊക്കെ എന്ന് പറയുമ്പോൾ നല്ല ഡാർക്കായിട്ടുള്ള സ്ഥലങ്ങളാണ്. ശരിക്കും കണ്ടാൽ തന്നെ പേടി തോന്നും. പിന്നെ ഞാൻ എല്ലാവരും അങ്ങ് ഫ്രണ്ടിലും ഒറ്റപ്പെട്ടും ഒക്കെ ഇങ്ങനെ പോയി ഞാനാണെങ്കിൽ തന്നെയായിരുന്നു ഈ സ്ഥലത്തൂടെയൊക്കെ പോയത്. എനിക്ക് നല്ല പേടിയായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു കോടമഞ്ഞിൻ്റെ ഒരു സ്ഥലം എത്തിയപ്പോഴത്തേക്കും ആ പേടിയൊക്കെ പോയി. പിന്നെ ഭയങ്കര ആവേശമായി. പിന്നെ എനിക്ക് ചവിട്ടാൻ നേരത്ത് എന്നതില്ലാത്തൊരു എനർജി ആയിരുന്നു എവിടുന്നോ വന്നത്. എന്തായാലും അടിപൊളിയായിരുന്നു ഈ കോടമഞ്ഞ്. പിന്നെ അവിടെ വരുന്ന ടൂറിസ്റ്റൊക്കെ ആണെങ്കിൽ എൻ്റെ ഫോട്ടോയും നമ്മുടെ കൂടെ ഉള്ളവരുടെയൊക്കെ ഫോട്ടോയും എടുക്കുന്നുണ്ടായിരുന്നു. ഏതാണ് ഈ തലയ്ക്ക് വട്ടമുള്ളതൊക്കെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും എടുക്കുന്നത് ഈ മലയൊക്കെ കയറാനായിട്ട്. എന്തായാലും ഇങ്ങനെ സൈക്കിളിൽ മല കയറുന്നതും ഒരു എക്സ്പീരിയൻസ് ആണ്, അടിപൊളി എക്സ്പീരിയൻസ് ആണത്. അങ്ങനെ പോകെ മഞ്ഞിൻ്റെ ഇൻറ്റൻസിറ്റി ഇങ്ങനെ കൂടിക്കൊണ്ടേയിരുന്നു. ശരിക്കും പറഞ്ഞാൽ വണ്ടികൾ പോലും അടുത്ത് വന്നാലേ കാണാൻ പറ്റത്തുള്ളൂ, അങ്ങ് ദൂരത്തുനിന്ന് നോക്കിയാൽ കാണാൻ പോലും പറ്റത്തില്ല. എൻ്റെ സൈക്കിളിലാണെങ്കിൽ നമ്മൾ താഴെ നിന്ന് ഫ്രണ്ട് ലൈറ്റ് ഒന്നും വെച്ചില്ല, ഇത്രയൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. പിന്നെ ബാക്കിൽ ടെയിൽ ലൈറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താൽ ഇങ്ങനെ അങ്ങ് പോയി. എന്തായാലും മഞ്ഞിലോട്ട് ഒരുമാതിരി സ്വർഗത്തിലോട്ടൊക്കെ ഇങ്ങനെ കയറുന്ന ഫീലായിരുന്നു. നമ്മൾ അവിടെ ചെന്നിട്ട് ഞാൻ ഇവരെയൊക്കെ കണ്ടപ്പോഴത്തേക്കും ദൂരത്തുനിന്നൊന്നും നോക്കിയിട്ട് കാണുന്നില്ല. പിന്നെ അടുത്ത് വന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇവരാണെന്ന്. അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ചിറങ്ങി. നമ്മൾ 1.5 മണിക്കൂർ കൊണ്ട് കയറിയ കയറ്റം ഫുള്ള് നമ്മൾ ഇറങ്ങി വന്നത് വെറും 15 മിനിറ്റ് കൊണ്ട് മാത്രമാണ്. പിന്നെ നല്ല വിശപ്പായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് തന്നെ ഒരു ജംഗ്ഷനിൽ നിർത്തിയിട്ട് ഓംലേറ്റും പിന്നെ അവിടെയുള്ള എന്തൊക്കെയോ സാധനങ്ങളൊക്കെ കഴിച്ചു. പിന്നെ ഇന്നത്തെ ട്രിപ്പെന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇന്നത്തെ റൈഡ് അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും കൂടെ ഉണ്ടാവണം.